നിങ്ങളുടെ കുട്ടികൾക്ക് കുന്നങ്കായപ്പൊടി കൊടുക്കാറുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾക്കാണെങ്കിലും ഇതൊരു കുട്ടിക്കളിയല്ല. ഞാൻ അങ്ങനെ പറയാനുള്ള ഒരു കാരണം നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന സാധനമാണ് കുന്നങ്കായപ്പൊടി. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുക, ഏത് തരം കായെന്നാണ് അത് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനിപ്പോൾ ഉള്ളത് ഒറിജിനൽ കുന്നക്കായപ്പൊടി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പൊടിക്കുന്ന എന്ന് പറയുന്ന ഒരു ഇനം വാഴ കൃഷി ചെയ്യുന്ന ഏക്കറക്കണക്കിനുള്ള ഒരു തോട്ടത്തിലാണ്, വാഴത്തോട്ടത്തിൽ. ഇവിടുന്ന് വാഴക്കൊല വെട്ടുന്നത് മുതൽ കുന്നങ്കായപ്പൊടിയുടെ പാക്കറ്റ് ആകുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്ന ഉടനെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണാണ്. മണ്ണ് എന്ന് പറഞ്ഞാൽ മണൽ മിക്സ് ആയിട്ടുള്ള മണ്ണാണ്. പുഴക്കരയിലും ഇതുപോലുള്ള കടൽ തീരങ്ങളിലൊക്കെ ഉള്ള ഈ ഒരു ടൈപ്പ് മണ്ണാണ് ഈ ഒരു വാഴയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരിവിടെ യൂസ് ചെയ്യുന്ന വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകവും വേപ്പും പിണ്ണാക്കും മാത്രമാണ് ഈ ഒരു വാഴക്കൃഷിക്ക് ഇവർ വളങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ മലനാട് എങ്ങനെയാണ് കുന്നങ്കായപ്പൊടി ഉണ്ടാക്കുന്നത് എന്നുള്ള അറിയാൻ വേണ്ടി വന്നപ്പോഴാണ് എന്നോട് മലനാട്ടിലെ ഇസ്മായിൽ പറഞ്ഞത് എന്നാൽ പിന്നെ നമുക്ക് തോട്ടത്തിൽ തന്നെ തുടങ്ങാമെന്നും പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഈ ഒരു ഏക്കർ കണക്കിനുള്ള വാഴത്തോട്ടത്തേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഇന്നേ പരിചയപ്പെടുത്തുന്നത് മലനാട് എങ്ങനെയാണ് കുന്നങ്കായപ്പൊടി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഈ കുന്നങ്കായയിലുള്ളതാണ് പൊടിക്കുന്നനെ, പിന്നെ തട്ടില്ല കുന്നൻ, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. അത് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് കറക്റ്റ് പൊടിക്കുന്നൻ എന്നുള്ള ഫാമിലിയിൽപ്പെട്ട അല്ലെങ്കിൽ പൊടിക്കുന്നൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് ഇതിൽ വരുന്ന സംഗതി പിന്നെ തമിഴ്നാടിൽ നിന്ന് കായ് വരുന്നുണ്ട്, അത് പിന്നെ പൊടിക്കുന്നൻ എന്നുള്ള പേരിൽ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്തുണ്ടാക്കിയ ഒറിജിനൽ സോയ്സ് എന്നുള്ള സാധനം മാത്രമേ ഉപയോഗിക്കണുള്ളൂ. നമ്മളിത് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ കീടനാശികളൊന്നും ഉപയോഗിക്കാതെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതേ ഓരോ കൊല്ലം തിരഞ്ഞു നോക്കി ഇങ്ങനെ വെട്ടാൻ കാരണം എന്താണെന്ന് അറിയാം, കായ് മൂത്തത് നോക്കി വെട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ മൂത്തിട്ടില്ല കായെന്നുണ്ടെങ്കിൽ പൊടിയായി വരുന്ന സമയത്ത് പൊടിക്കൊരു കറുപ്പ് നിറം ഉണ്ടാവും. അതുപോലെ ഓവറായിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാലും പൊടി കറക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂത്ത കായ് മാത്രം സെലക്ട് ചെയ്തിട്ട് വിട്ടുണ്ട്. ഇത് വളരെ ഡൈജസ്റ്റീവാണ് ഈ സാധനം, കുട്ടികൾക്ക് പെട്ടെന്ന് ദഹിക്കും. അതുപോലെ കുട്ടികളുടെ ജലാംശം ശരീരത്തിലുള്ള ബോഡിയിലുള്ള വാട്ടർ കണ്ടൻറ്റ് തീരെ നഷ്ടപ്പെടുത്തൂല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മളെ വല്യന്മാരും അല്ലെങ്കിൽ പ്രായം ചെന്നവരൊക്കെ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം കുന്നങ്കായപ്പൊടി നാടൻ കുന്നനെ എടുത്തിട്ട് അത് കൊടുക്കണമെന്ന് പറയാൻ കാരണം അതാണ്. ഇവിടെ എത്തിയ കുന്നങ്കായ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ കൊലമെന്ന് ഫുള്ള് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോന്നും നമ്മൾ തൊലി പൊളിച്ചെടുക്കുക എന്നുള്ളൊരു പ്രൊസീജിയറാണ് അടുത്ത് ചെയ്യുന്നത്. നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മളിത് തൊലി പൂർണ്ണമായും നീക്കിയിട്ടാണ് ഇത് സ്ലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊലി നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുമക്കൾക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും പിന്നെ നമുക്ക് ചിലവ് വരുന്ന ഒരു പിന്നെ എക്സ്പെൻസ് വരുന്ന ഒരു ഭാഗമാണ് ഇത് ഈ തൊലി നീക്കം ചെയ്യുക എന്നുള്ളത്. പക്ഷെ പല കമ്പനികളും അത് ചെയ്യുന്നത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തൊലി കൊടുക്കുന്ന നേരെ സ്ലൈസ് ചെയ്തിട്ട് പൊടിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മലനാടിൽ നമ്മൾ തൊലി പൂർണ്ണമായും നീക്കിയിട്ടാണ് ഈ കുന്നങ്കായ പിന്നെ സ്ലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരു നിശ്ചിത ഓരോ കനത്തിലാണ് ചെത്തുക, എല്ലാം ഒരേ കനത്തിലാണ് ചെത്തുക, അതിൻ്റെ ഉണക്കം പാകമായി കിട്ടുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഒരേ കനത്തിൽ ചെത്തിയെടുത്ത കുന്നങ്കായകൾ നമ്മൾ ഇതുപോലെ വെയിലത്തിട്ട് ഉണക്കി കൃത്യമായ ഉണക്കായതിന് ശേഷം മാത്രമാണ് വെയിലത്ത് നിന്ന് എടുക്കുക. ഇത് ഉണക്കം പാകമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ മലനാടിൻ്റെ പൗഡറിൽ നമ്മൾ കെമിക്കലോ പ്രിസർവേറ്റീവോ പെർമിറ്റഡോ നോൺ പെർമിറ്റഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല. എങ്ങനെയാണോ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് അതുപോലെ പാക്ക് ചെയ്ത് പിന്നെ ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്യുക എന്നുള്ള മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായ ഉണക്കമായില്ല എന്നുണ്ടെങ്കിൽ ഈ പൊടിക്ക് ലൈഫ് തീരെ കിട്ടൂല. കൂടുതൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ പൊടി കറുത്തു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഉണക്കം കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ പാകത്തിനുള്ള ഉണക്കായാൽ അത് എടുത്ത് പൊടിച്ച് പിന്നെ ഇതുപോലെ പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമ്മൾ 1/4 കിലോൻ്റെ ബോട്ടിൽ പാക്ക് ചെയ്യുന്നുണ്ട്, 1/2 കിലോൻ്റെ ബോട്ടിൽ പാക്ക് ചെയ്യുന്നുണ്ട്. 1/4 കിലോൻ്റെ ബോട്ടിലിന് നമ്മൾ വില വരുന്നത് 200 രൂപയും 1/2 കിലോൻ്റെ ബോട്ടിൽ നമ്മൾ വില വരുന്നത് 390 രൂപയാണ്. അത്രയാണ് ഈ ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത്. അങ്ങനെ ഈ 2 പാക്കിങ്ങിൽ നമ്മൾ ഇറക്കുന്ന സാധനം പിന്നെ ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് പിന്നെ അതിൽ കാറ്റ് തട്ടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ സീലർ ഇട്ടിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും പ്രത്യേകം ഓർമ്മിപ്പിക്കുക, പിന്നെ ഡ്രൈ സ്പൂൺ ഉണങ്ങിയ സ്പൂണ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തുറന്ന് വെച്ചിട്ട് ഇത് ഇട്ടേച്ച് പോകരുത്. കാറ്റ് തട്ടി കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ പിന്നെ പൊടി പെട്ടെന്ന് കേട് വരാൻ സാധ്യത. നമ്മളിത് നാച്ചുറലി അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് പൊടി കേട് വന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പിന്നെ തുറന്നിട്ട് പോകരുത്. അതുപോലെ നനഞ്ഞ സ്പൂണും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ആവശ്യാനുസരണം മാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ സീലർ ഇട്ട് പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് ഇങ്ങനെ ഇതുപോലെയാണ് ഈ സാധനം മാർക്കറ്റിൽ അല്ലെങ്കിൽ മലനാട് കുന്നങ്കായ പൗഡർ എന്നുള്ളത് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നത്. അങ്ങനെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നല്ല ക്വാളിറ്റിയുള്ള കുന്നക്കായപ്പൊടി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ബോട്ടിലുകളിലായിട്ടാണ്. ഇത് 500-ന്റെ ബോട്ടിലാണ് വരുന്നത്. ഇത് വരുന്നത് 250-ന്റെ ബോട്ടിലാണ്, 250 ഗ്രാം കേട്ടോ.
അപ്പോൾ ഈ 2 അളവിലാണ് കുന്നങ്കായപ്പൊടി ഇവിടെ ഉള്ളത്. പിന്നെ മലനാടിൻ്റെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് ഹെൽത്ത് മിക്സ്. അത് ധാന്യങ്ങൾ മാത്രമായിട്ടുണ്ട്, അതിൻ്റെ തന്നെ പൗഡറും ഉണ്ട്. അതേപോലെ തന്നെ നവര അരി, ഇത് ഏറ്റവും മുന്തിയ ഇനം നവര അരിയാണ് വരുന്നത്. ഈ അരി തന്നെ ഇവരെന്നെ ഇവിടുന്ന് കഴുകി പൊടിച്ചതാണ് ഈ പൊടി പാക്കറ്റാക്കിയത്. അപ്പോൾ രണ്ടും ഇവിടെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. നവര അരിയും കിട്ടും, അത് ഇവരെന്നെ കഴുകി പൊടിച്ച പൊടിയുണ്ട്. അതേപോലെ തന്നെ രാഗിയും ഏറ്റവും ക്വാളിറ്റി ഉള്ള രാഗിയാണ് ഇവരിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ രാഗി തന്നെ ഇവരെടുത്തിട്ട് എന്ത് ചെയ്യാണ്, കഴുകി പൊടിച്ചിട്ട് പൊടിയാക്കിയിട്ടും ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഇതാ ഇവിടെ നല്ല ഇനം പന കൽക്കണ്ടം കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പന ശർക്കര, ഇതൊക്കെ മലനാടിൻ്റെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓൾ ഇന്ത്യ ഡെലിവറിയാണ് മലനാട് കൊടുക്കുന്നത്. അപ്പോൾ എവിടെ ഇരുന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിലും ഒരു ടെൻഷനും അടിക്കേണ്ട. നിങ്ങളെ സാധനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങളെ ഡോർ സ്റ്റെപ്പിലെത്തും. അപ്പോൾ അതിനുള്ള സർവീസിന് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.